ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അന്ന് ഞാൻ ഷോർട്സിൽ ഇതിൽ ഏത് പാർട്ട് വേണമെന്ന് ഇട്ടായിരുന്നു. അതിലേറ്റവും കമൻറ്റ് കിട്ടിയ പാർട്ട് ജുറാസിക് പാർക്കാണ്. അതാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. ഇതാണത്. ഗൈസ്, നമ്മൾ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ്, അവിടെ ഏതൊരു എരുമ അവിടെ കിടന്ന് നടക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ എരുമ ഓടിയല്ല. നമുക്ക് എരുമ തന്നെ ഒരു വെടിയങ്ങ് വെച്ചെടുക്കാം. ഓടി പിടിച്ച് വരുന്നു ഗൈസ്. നമുക്ക് ഒരു വെടിക്ക് അതിനെ തീർക്കാം. ഗൈസ്, മോന്തായിരിക്കുന്നുണ്ട് കൊരകൻ്റെ അടവ്. ചത്തു. നമുക്കിനി അടുത്ത ആഴുണ്ടെന്ന് നോക്കാം. ഇവിടെ ആരെയും കാണുന്നില്ല. ഗൈസ്, ഇത് മറ്റേ നീളമുള്ള ഡൈനോസറാണ്. എനിക്കിതിൻ്റെ പേരറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. ഇതിൻ്റെ ഭയങ്കര പവർ ഗൈസ് ഇതിന്. നമുക്കപ്പം മിസ്സിൻ എടുക്കാം. കറക്റ്റ് കൊള്ളുന്നില്ല ഗൈസ്. ഇതിനെന്തേ ഗൈസ്? ഇതുപോലെ പാറക്കല്ല് വെച്ചായിരിക്കും ഉണ്ടാക്കിയത്. ഇതിൻ്റെ മണ്ട പൊളിക്കുക. നമ്മളടുത്ത് വരെയാണ് ഇത്. ഇനിയാണ് പറ്റിയ സാധനം. അല്ല ഗൈസ്, നമ്മളടുത്ത് വരെയല്ലേ ഇത്. ചത്ത് ഗൈസ്. ഗൈസ്, ഇതിനൊന്നും പറ്റാത്തത്. ഗൈസ്, ഇത് പാറക്കല്ല് വെച്ച് ഉണ്ടാക്കിയ സാധനമായിരിക്കും. ഗൈസ്, അങ്ങറ്റത്ത് നമ്മൾ വെടിവെച്ച് എരുമ പോട്ടെ പിന്നെ അവിടെ കിടക്കുന്നു. ഇതൊക്കെ എന്തേരാണ് എന്തോ. നേരത്തെ മറ്റേ ടീരെക്സ് വന്നെങ്കിൽ നമുക്ക് കൊള്ളായിരുന്നു. നമുക്ക് ആ സൈഡിൽ പോയി നോക്കാം. ഇവിടെ എങ്ങും ഒരെണ്ണത്തിനെയും പോലും കാണുന്നില്ല. നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും. നമുക്ക് ആ മുട്ടയുള്ള സ്ഥലത്ത് പോയി നോക്കാം. അവിടെ കാണുമായിരിക്കും. ഗൈസ്, അവിടെ ഏതൊരു ആനപ്പാപ്പ ഇരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് വേറൊരു ട്രിക്ക് ചെയ്യാം. അമ്മിട്ട് വെടിവെക്കാം. ആറ്റും ബോംബെടുത്ത് വെടിവെക്കാം. അവിടെ ആനയും പിന്നെ എന്തെങ്കിലും ഉണ്ട്. ആനയും കാളയുണ്ട്. ശരി, ടീരെക്സ് ഒന്നും ഇല്ലേ? ജുറാസിക് പാർക്കിലെ ആനയെ കൊണ്ടൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ആന എന്തൊരു സ്റ്റക്കായി പോയാ? സ്റ്റാച്ചു പോയത്. ആനേൻ്റെ ബാക്കിലൊന്ന് അമിട്ട് വെച്ചെടുക്കാം. ആനപ്പാപ്പൻ്റെ ഇന്നത്തെ വെടി തീരും. നമുക്ക് അടുത്ത കാളപ്പാപ്പൻ്റെ അടുത്ത് പോവാം. കാളപ്പാപ്പൻ്റെ കാളേനെ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഓടിപ്പോയി ഒരു സ്ഥലത്തിരിക്കാം. ഇല്ലെങ്കിൽ കളി സീനാവും. കാളയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്. ആന ഡേഞ്ചറാണോ എന്ന് നോക്കട്ടെ. നമുക്ക് ആദ്യം ആനേനെ വെടിവെക്കുക. ആന പേടിച്ച് ഓടി. ഇനി കാളയെ വെടിച്ചേക്കാം. കാള നമ്മളടുത്ത് ഓടി വരുന്നു. നമുക്ക് പെട്ടെന്ന്
ഫോണെടുത്തിട്ട് രണ്ടുപേരെ വെടി കയറുന്നു. ഇനി അടുത്ത ആരെങ്കിലും ഉണ്ടാ നോക്കാം. നമുക്ക് അങ്ങോട്ട് നേരെ അങ്ങ് പോവാം. ഈ മുട്ടയുള്ള സ്ഥലത്ത് അവിടെയാണ് ചിലപ്പോൾ കാണുന്നത്. ഇവിടെ ഒന്നിനെയും കാണുന്നില്ലല്ലോ ഗൈസ്. അവിടെ എന്തെങ്കിലും ഒരു സാധനമായിരുന്നു. ഞാൻ സൂം ചെയ്ത് നോക്കട്ടെ. ഇത് മറ്റേ കൂരി ഡൈനോസർ അത് വരെയാണ്. നമുക്ക് ഈ പ്രാവശ്യം മിസ് ചെയ്യാനിട്ട് പൊട്ടിക്കുക. ഗൈസ് അവിടെ എന്തിനാ അനങ്ങുന്ന ഒരു ശബ്ദം കേട്ടു ഞാൻ. ഇതുവരെ ആകുമ്പോൾ നാളെ ആവും എന്തോ. നമുക്ക് അവിടെ ആരോ പറക്കുന്ന സാധനം. വയസ്സെത്തിയിട്ടൊന്നും പോയി ചത്തു. മരിച്ചുപോയി. ഇവര് നമ്മളെ കടിക്കോ എന്തോ നമുക്കറിയത്തില്ല. ഈ പ്രാവശ്യം ആന തന്നെ വന്നേക്കുന്നു. ആനപ്പാപ്പൻ അവശിഷ്ടം എന്തോ കിടക്കും. നമുക്ക് കണ്ട് അങ്ങോട്ട് ഇവിടെ ഡൈനോസറൊന്നും കാണുന്നില്ല. നമുക്ക് അന്ന് കാണേണ്ട ടീരക്സ് ആണ് ഇതിൽ ഏറ്റവും മെയിനായിട്ട് വരാനുള്ള. പക്ഷേ ഇവിടെ ഒന്നും കാണുന്നില്ല. ആകെ ആനയും പിന്നെ ചെറിയ ഡൈനോസറും കാളയൊക്കെ കാണുന്നു. നമുക്ക് എന്നാലും അങ്ങോട്ട് പോയി നോക്കാം. ഓ ഗൈസ്, ആരോ എന്നെ ഇടിച്ചിട്ടു. ആര്? ഈ കാളപ്പാപ്പനാണ് നമ്മൾ ഇടിച്ചിട്ട. ഈ കാളപ്പാപ്പൻ്റെ അവസാനത്തെ ദിവസം കാളപ്പാപ്പൻ്റെ വെടി കീറുന്നു. എന്നാ ഇടിക്കാറായല്ലേ. ഓണക്ക മോന്തയും കൊണ്ട് വരും. എന്നാൽ നമ്മൾ ഇടിച്ചിടാറായി. നമ്മളതിന് എന്തിനാ ചെയ്ത്? ആനത്തൊരു മിസൈൻ ഇട്ട് ഇനി ചന്ദ്ര എഴുതി വരും. നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ ആദ്യം വിചാരിച്ചേക്കും വല്ലതും ചത്തടക്കണം. പക്ഷേ അത് വേറെ ഒന്നുമില്ല, ഡൈനോസറിൻ്റെ മുട്ടയാണ്. കണ്ട. പക്ഷെ ഇതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ടീരക്സ് ഓടിക്കൂ. എൻ്റെ അമ്മോ, ടീരക്സ് ഏതൊരു വലുതുണ്ടോ. ഓ അടുത്തെത്തി. എന്നെ കൊന്നു. അയ്യോ, ഞാൻ കണ്ടില്ല. എന്തെങ്കിലും ഇതിനെ കൊന്നെ വാളിച്ചത്. നമുക്ക് ഒന്നുകൂടെ എടുക്കാം. എന്നാലും നമ്മളെ അത് ടീരക്സ് അല്ലേ, വേറെ എന്തൊരു സംഭവമാണ്. അതിപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കൊല്ലാം. നമ്മൾ ടീരക്സ് പറഞ്ഞു ടീരക്സിൻ്റെ ശത്രുവുമല്ലോ. ഈ പ്രാവശ്യം ഒന്നുമില്ലേ ആർക്കറിയാം. അവിടെ ഏതൊരു ആന. നമുക്ക് അതിലെ കൊല്ലാൻ ഇത് കിട്ടിയില്ല. ചത്തടാ. അങ്ങോട്ട് പോയി നോക്കാം. ഈ പ്രാവശ്യം ഇത് തന്നെ. ഇതിൻ്റെ ഹെഡ് ഷോട്ട് അടിക്കുക, ഒരു വെടിക്കുക അല്ലേ. എന്തിനാ ഇത് വാഴ മരത്തിൻ്റെ ഇടയിലൊക്കെ ഒളിച്ചിരിക്കുന്നു. ചത്ത. ഇതാ ഇവിടെ ഇരുന്നത് ഫ്ലാഷും വല്ലതും ആണ്.
നമുക്ക് ഇതെടുത്ത് നമുക്ക് നമ്മളെ കൊല്ലാൻ വരെയാണ് അത്. അല്ല ആരും വരൂല, പക്ഷെ അതിനെ കൊല്ലാൻ പറ്റിയില്ല. അതാണ് എനിക്ക് വിഷമം വന്നത്. ഈ പ്രാവശ്യം എന്തെങ്കിലും ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഈ പ്രാവശ്യം ആനാണ് ദേഷ്യം. ഇതെന്തുവാണ് എല്ലാം ഇത് തന്നെ. അടുത്ത നമുക്ക് അങ്ങ് പോയി നോക്കാം. നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു മുട്ട ഇരിക്കുന്നത്. ഈ മുട്ടയുള്ള സ്ഥലത്തായിരിക്കും കാണുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അത് തന്നെ. ഇതരാണ് ഇവനെയും കൂടെ വെടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കളി വൈൻഡപ്പ് ആക്കും. ചിലപ്പോൾ അതിനെ കൊണ്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ഗൈസ്.